ഇന്ന് ഞങ്ങൾ തോരൻ വെക്കാൻ പോകുന്നു. ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയത്തില്ല. വാളരിപ്പയറിൻ്റെ ഒരു ചെറിയ സൈസായത്. ഇതാണ് ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത്. നമ്മുടെ തോരൻ്റെ എല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് അരിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും നമ്മുടെ ബീൻസിൻ്റെ കൂട്ട് ഈ 2 ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഈ ഒരു നൂല് പോലുണ്ട്, അതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. നമ്മുടെ ബീൻസിൻ്റെ കൂട്ട് തന്നെ ഇതുപോലൊരു നാര് പോലെ വരും. അതിങ്ങനെ നാലായിട്ട് കീറി ചെറുതായിട്ട് അരിയണം. ഇതെല്ലാം അരിഞ്ഞ് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചിടാനായിട്ട് കുറച്ച് തേങ്ങായ, 4-5 വെളുത്തുള്ളി, ഇച്ചിരി കരിവേപ്പില, ഒരു 5 പച്ചമുളക്, ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ചതച്ച് കാണിക്കും. ഞാനിവിടെ കടുക് വറക്കാൻ ഇച്ചിരി എണ്ണ, വെളിച്ചെണ്ണ, മുളക്, കടുക്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഈ തോരൻ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കും. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പൂടങ്ങ് ഇട്ട് കൊടുക്കാം. കരിയാപ്പിലയാണ് ഇവിടെ ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ആവി കിടന്ന് 5 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് ഇത് വേണ്ടത്. ഇതൊന്ന് അടച്ച് വെക്കുക. വെന്ത് കഴിഞ്ഞ് കാണിക്കും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തോരനാണ്. ഞാൻ ആദ്യമായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരന്. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ തോരന് ഞാനിവിടെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളതിൻ്റെ കമൻറ്റ് ഇടുകയും ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.